ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങിയതിന് ശേഷം ഡൈൻ മൈ ലൈഫ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കൊക്കെ നല്ല തിരക്കായിരിക്കും. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോരോ പരിപാടികളും ഒക്കെ കൂടെ കാരണം ഡൈൻ മൈ ലൈഫ് അധികം ചെയ്യാൻ പറ്റലില്ല. വീട്ടിൽ വിരുന്നുകാരുണ്ട് കേട്ടോ. നാത്തൂനും മക്കളുമാണ്, ആങ്ങളുടെ വൈഫും മക്കളും. അപ്പോൾ എല്ലാവരും കൂടെ നല്ല കളിയിലാണ്. ഇനിയിപ്പോൾ അവർ പോകുന്നത് വരെ നല്ല കളിയായിരിക്കും കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ബിരിയാണി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഒരു നാടൻ ടേസ്റ്റുള്ളൊരു ബിരിയാണി. അതിന് ഒരു ടിപ്പും കൂടെ ഉണ്ട്, അത് ഞാൻ ഇൻഷാല്ലാ വീഡിയോയിൽ ഉൾപ്പെടുത്തേ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. സവാള അരിയുന്നുണ്ട്, തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിന് മുമ്പേ പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ബിരിയാണിയുടെ റെസിപ്പിയാണിട്ടത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക, അത്ര ഉറപ്പ് തരാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ മസാലയുടെ ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സവാളയും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഞാൻ 1 കിലോ റൈസും അതുപോലെ തന്നെ 1 കിലോ ചിക്കനും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5 വലിയ സവാളയും അതുപോലെ ഒരു 4 വലിയ തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വിസിൽ അടുപ്പിച്ചെടുക്കണേ. ഏകദേശം 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഈ സവാളയും തക്കാളിയൊക്കെ. ഞാനിതിന് മുമ്പ് ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചപ്പോഴും ഇതുപോലെ സവാളയും തക്കാളിയും ഇതുപോലെ വേവിച്ചെടുത്തതായിരുന്നു. കാരണം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മസാലയിലും സവാള ഇങ്ങനെ ശരിക്കും കാണില്ല കേട്ടോ, നന്നായിട്ട് വെന്ത് അലിഞ്ഞ് പോവേ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ റൈസിനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. എന്താ പറയുക, നിങ്ങൾ ബിരിയാണി പോട്ടിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചൊരു സമയം പിടിക്കൂലേ, പക്ഷേ നമ്മൾ സ്റ്റൗവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ചൂടായി വന്നതിന് ശേഷം ഒരു 3 ഗ്രാമ്പൂ, 3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട അതിട്ടൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി അതൊന്ന് ബ്രൗൺ നിറമായി വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സവാള നന്നായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് കുറച്ച് അതിൽ നിന്ന് മാറ്റി വെക്കട്ടോ. നമുക്ക് ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനും അതുപോലെ തന്നെ സേവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനൊക്കെ. പക്ഷേ ഇവിടെ അത് മക്കൾക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. സവാള നന്നായിട്ട് ബ്രൗൺ ആയി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിൻ്റെ അളവാണ്. ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതാണ് കേട്ടോ എൻ്റെ കണക്ക്. അത് നമ്മൾ കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ, നേരെ മറിച്ച് നമ്മൾ ബിരിയാണി പോട്ടിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. അങ്ങനെ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമുക്ക് അരിയൊക്കെ കഴുകിയിട്ട് ഒന്ന് വെള്ളം വാർത്തെടുക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അരി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക, അല്ലെങ്കിൽ അരി കട്ട പിടിക്കും കേട്ടോ. ഇനി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ സമയം വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനത് മറന്നു പോയതാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കറക്റ്റ് ഒരു വിസിലടിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. പിന്നെ അതിൻ്റെ പ്രഷർ കളയരുത്, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക നാടൻ ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. അതിൻ്റെ ഒരു പ്രത്യേക കാരണം, ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നാടൻ ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. ഞാൻ അത്രയും പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഞാൻ അവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ അല്ലേ, ബാക്കിയുള്ള വെളിച്ചെണ്ണ, അത് നമ്മൾ ഈ മസാലയിൽ ചേർത്ത് കൊടുക്കും വേണം കേട്ടോ. അത് വിട്ടുപോവുക ചെയ്യരുത്. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച സവാളയുടെയും തക്കാളിയുടെയും മിക്സില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. അത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുക. എന്താ പറയുക, ഒരു വഴറ്റലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, കാരണം നന്നായിട്ട് വെന്തുടഞ്ഞതല്ലേ. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അത്രയാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണേ. ആ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിന് ശേഷം വേണം അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഈ സമയം ചപ്പ്, പുതിനയില, അതുപോലെ തന്നെ കറിവേപ്പില അത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. ഏകദേശം ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. ആ സമയപ്പോഴേക്ക് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ദം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുക്കറിൽ ആ ചൂടോടെ തന്നെ ആ നെയ്ച്ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ തീരെ കട്ട കെട്ടൂല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ സവാളൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചിട്ടതിന് ശേഷം അത് ആദ്യം ഇട്ട് കൊടുക്കുക, നടുഭാഗത്ത് ഇട്ട് കൊടുക്കുക, വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ദം ചെയ്തെടുത്താൽ മതിയാവുക. ഞാൻ പിന്നെ ഇവിടെ മക്കൾക്ക് അത് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അങ്ങനെ നമ്മുടെ റൈസ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സമയം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചപ്പവും കറിവേപ്പിലയും കൂടെ മേൽഭാഗത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നെയ്ച്ചോറ് വെച്ച സമയത്ത് ആ വെള്ളത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ചോറിന്, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ അവിടെ ദം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബിരിയാണി വിളമ്പുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്കെന്തോ എങ്ങനെ മിസ്സായി പോയി എന്നറിയില്ല. അങ്ങനെ ഫുഡ് കഴികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിതാ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്. ഞാനും അനീഫ്ക്കായും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. ഇതാ ഞാൻ വന്നപ്പോൾ മക്കൾ നല്ല കളിയിലാണ് കേട്ടോ. മക്കൾ അച്ചുവിനും ഷിനുവിനെയൊക്കെ കണ്ടപ്പോൾ നല്ല കളിയിലാണ് കേട്ടോ. കാരണം അവിടെ വീട്ടിൽ അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ, കളിക്കാനൊന്നും ആരുമില്ല. ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ കൂടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ അച്ചുവിനും ഷിനുവിനൊക്കെ ഇവരെ കണ്ടപ്പോഴും അതുപോലെ തന്നെ കേട്ടോ. നല്ല കളിയാണ് എപ്പോഴും. രാത്രിയൊക്കെ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഷിനു മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ മൈലാഞ്ചിയൊന്നും ഇടാറില്ല, പക്ഷേ ഞാനൊന്ന് വരച്ച് നോക്കട്ടെ എനിക്ക് എത്രത്തോളം കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.